മൂവാറ്റുപുഴ ആറിൽ മൃതദേഹം കണ്ടെത്തി. ജനതാ റോഡിലെ കുറ്റിയാനക്കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആനക്കാട് സ്വദേശി അപ്പുവിന്റെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ലാൽ, എന്താണ് ഈ അപ്പുവിന് സംഭവിച്ചത്? ഗൂഗിള് 23-ാം തീയതി വൈകിട്ടോടുകൂടി അരക്കാപ്പറമ്പിൽ അപ്പു എന്ന് പറയുന്ന ആനിക്കാട് സ്വദേശിയെ കാണാതായിരുന്നു. അന്ന് രാത്രി തന്നെ പോലീസിൽ പരാതി നൽകുകയും പോലീസ് രാത്രി നല്ല പരിശോധന നടത്തുകയും ചെയ്തതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി അപ്പുവിൻ്റെ കുടയും ചെരുപ്പും ഈ ജനതാ റോഡിന് സമീപത്തുള്ള കടവിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ സ്കൂബ ഡൈവ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം അഴുകിയ നിലയിലേക്ക് എത്തിയിട്ടില്ല. അത് ആത്മഹത്യയാണോ അതോ കാൽവഴുതി വീണതാണോ എന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ കുളിക്കടവിൽ തന്നെ ഈ കുടയും ചെരുപ്പും കണ്ടെത്തിയതുകൊണ്ട് ഒരുപക്ഷെ കാൽ കഴുകാനോ മറ്റോ എത്തിയപ്പോൾ വീണതായിരിക്കാം എന്നൊരു നിഗമനം കൂടി എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും മൃതദേഹം അപ്പുവിൻ്റേത് തന്നെയാണ് എന്ന കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അപ്പു മരണപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണ് അപ്പുവിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപ്പുവിനെ കാണാതായത്. അപ്പുവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ മൂവാറ്റുപുഴയാറിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.